എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് മുന്നോടിയായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് മോക്ക് ടെസ്റ്റിൻ്റെ പാർട്ട് 2 ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, അബ്കാരി ആക്ട് 1077 ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? അബ്കാരി ആക്ട് 1077 ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സെക്ഷൻ 3 ക്ലോസ് 13B. സെക്ഷൻ 3 ക്ലോസ് 13B ആണ് അബ്കാരി ആക്ട് 1077 ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ. ഇന്ത്യൻ നിർമ്മിതമോ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതോ ആയ സ്പിരിറ്റിൽ മണത്തിനോ രുചിക്കോ മാറ്റം വരുന്ന വസ്തുക്കളോ കൃത്രിമ നിറമോ ചേർക്കുന്നതിന് എന്തു പറയുന്നു? ഇന്ത്യൻ നിർമ്മിതമോ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതോ ആയ സ്പിരിറ്റിൽ മണത്തിനു രുചിക്കോ മാറ്റം വരുന്ന വസ്തുക്കളോ കൃത്രിമ നിറമോ ചേർക്കുന്നതിന് എന്തു പറയുന്നു? ആൻസർ ഓപ്ഷൻ ബി, കോമ്പൗണ്ടിങ്. ഇന്ത്യൻ നിർമ്മിതമോ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതോ ആയ സ്പിരിറ്റിൽ മണത്തിനോ രുചിക്കോ മാറ്റം വരുന്ന വസ്തുക്കളോ കൃത്രിമ നിറമോ ചേർക്കുന്നതിന് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നു. അബ്കാരി ആക്ട് 1077 സാങ്കേതിക നിയമപദങ്ങളുടെ വ്യാഖ്യാനം നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? അബ്കാരി ആക്ട് 1077 സാങ്കേതിക നിയമപദങ്ങളുടെ വ്യാഖ്യാനം നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സെക്ഷൻ 3. സെക്ഷൻ 3 1 മുതൽ 25 വരെയുള്ള ഉപവകുപ്പുകളാണ് അബ്കാരി ആക്ട് 1077 സാങ്കേതിക നിയമപദങ്ങളുടെ വ്യാഖ്യാനം നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ. കരാറടിസ്ഥാനത്തിൽ മദ്യം സംഭരിച്ചു വെച്ചിരിക്കുന്ന സംഭരണശാലകളാണ് ഡാഷ്. കരാർ അടിസ്ഥാനത്തിൽ മദ്യം സംഭരിച്ചു വെച്ചിരിക്കുന്ന സംഭരണശാലകളാണ് ഡാഷ്. ആൻസർ ഓപ്ഷൻ ഡി, ബോണ്ടഡ് വെയർ ഹൗസുകൾ. ബോണ്ടഡ് വെയർ ഹൗസുകളാണ് കരാറടിസ്ഥാനത്തിൽ മദ്യം സംഭരിച്ചു വെച്ചിരിക്കുന്ന സംഭരണശാലകൾ. സംസ്ഥാനത്തിനുള്ളിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നതിന് എന്തു പറയുന്നു? സംസ്ഥാനത്തിനുള്ളിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നതിന് എന്തു പറയുന്നു? ആൻസർ ഓപ്ഷൻ എ, ട്രാൻസിറ്റ്. സംസ്ഥാനത്തിനുള്ളിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നതിന് ട്രാൻസിറ്റ് എന്ന് പറയുന്നു. വിൽപ്പന ആവശ്യത്തിന് ഒരു കുപ്പിയിൽ നിന്നും മറ്റൊരു കുപ്പിയിലേക്ക് മദ്യം മാറ്റുന്നതിന് ഏത് സെക്ഷനിൽ ഉൾപ്പെടുത്താം? വിൽപ്പന ആവശ്യത്തിന് ഒരു കുപ്പിയിൽ നിന്നും മറ്റൊരു കുപ്പിയിലേക്ക് മദ്യം മാറ്റുന്നതിന് ഏത് സെക്ഷനിൽ ഉൾപ്പെടുത്താം? ആൻസർ ഓപ്ഷൻ ബി, സെക്ഷൻ 3 ക്ലോസ് 19A. സെക്ഷൻ 3 ക്ലോസ് 19A ആണ് വിൽപ്പന ആവശ്യത്തിന് ഒരു കുപ്പിയിൽ നിന്നും മറ്റൊരു കുപ്പിയിലേക്ക് മദ്യം മാറ്റുന്ന സെക്ഷൻ. കേരളത്തിൽ നിർബന്ധമായും മദ്യശാലകൾ അടച്ചിടേണ്ട ദിവസങ്ങളെ എന്തു വിളിക്കുന്നു? കേരളത്തിൽ നിർബന്ധമായും മദ്യശാലകൾ അടച്ചിടേണ്ട ദിവസങ്ങളെ എന്തു വിളിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, ഡ്രൈ ഡേയ്സ്. കേരളത്തിൽ നിർബന്ധമായും മദ്യശാലകൾ അടച്ചിടേണ്ട ദിവസങ്ങളെയാണ് ഡ്രൈ ഡേയ്സ് എന്ന് വിളിക്കുന്നത്. ചാരായത്തിൻ്റെ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? ചാരായത്തിൻ്റെ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സെക്ഷൻ 8. സെക്ഷൻ 8 ആണ് ചാരായത്തിൻ്റെ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ. അനുമതി കൂടാതെ ചാരായം നിർമ്മിക്കാനോ കടത്താനോ കൈവശം വയ്ക്കാനോ സംഭരിക്കാനോ കുപ്പിയിൽ സ്വീകരിക്കാനോ അധികാരമില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? അനുമതി കൂടാതെ ചാരായം നിർമ്മിക്കാനോ കടത്താനോ കൈവശം വയ്ക്കാനോ സംഭരിക്കാനോ കുപ്പിയിൽ സ്വീകരിക്കാനോ അധികാരമില്ലെന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സെക്ഷൻ 8 ക്ലോസ് 1. സെക്ഷൻ 8 ക്ലോസ് 1 ആണ് അനുമതി കൂടാതെ ചാരായം നിർമ്മിക്കാനോ കടത്താനോ കൈവശം വയ്ക്കാനോ സംഭരിക്കാനോ കുപ്പിയിൽ സ്വീകരിക്കാനോ അധികാരമില്ലെന്ന് പറയുന്ന സെക്ഷൻ.
കള്ളൊഴികെയുള്ള മറ്റു വിഭവങ്ങൾ ലൈസൻസ് ഇല്ലാതെ വിൽക്കുന്നതിന് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? കള്ളൊഴികെ മറ്റുള്ളവ ലൈസൻസ് ഇല്ലാതെ വിൽക്കുന്നതിന് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സെക്ഷൻ 15. സെക്ഷൻ 15 കള്ളൊഴികെ മറ്റു വിഭവങ്ങൾ ലൈസൻസ് ഇല്ലാതെ വിൽക്കുന്നതിന് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ. സെക്ഷൻ 15A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 15A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, 23 വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. സെക്ഷൻ 15 ക്ലോസ് എ 23 വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ. മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ എ, 5000 രൂപ. 5000 രൂപ പിഴയാണ് മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ. മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളെയോ സൂചിപ്പിക്കുന്ന നിയമപരമല്ലാത്ത പരസ്യം പ്രസിദ്ധീകരിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളെയോ സൂചിപ്പിക്കുന്ന നിയമപരമല്ലാത്ത പരസ്യം പ്രസിദ്ധീകരിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ എ, 6 മാസം തടവോ 25,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും ചേർന്ന ശിക്ഷയോ ലഭിക്കും. 6 മാസം തടവോ 25,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും ചേർന്ന ശിക്ഷയോ ലഭിക്കും. 2012 ഫെബ്രുവരി 10 കേരള സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം ഒരു വ്യക്തിക്ക് വിദേശ നിർമ്മിത വിദേശ മദ്യം കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് എത്രയാണ്? 2012 ഫെബ്രുവരി 10 കേരള സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം പ്രകാരം ഒരു വ്യക്തിക്ക് വിദേശ നിർമ്മിത വിദേശ മദ്യം കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 2.5 ലിറ്റർ. 2.5 ലിറ്റർ. മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉൾപ്പെടുന്ന പദാർത്ഥങ്ങളുടെ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉൾപ്പെടുന്ന പദാർത്ഥങ്ങളുടെ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സെക്ഷൻ 12A. സെക്ഷൻ 12A മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉൾപ്പെടുന്ന പദാർത്ഥങ്ങളുടെ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ. NDPS ആക്ട് ബില്ല് ലോകസഭ പാസാക്കിയത് എന്നാണ്? NDPS ആക്ട് ബില്ല് ലോകസഭ പാസാക്കിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി, 1985 ആഗസ്റ്റ് 23. 1985 ആഗസ്റ്റ് 23 NDPS ആക്ട് ബില്ല് ലോകസഭ പാസാക്കിയത്. NDPS ആക്ട് ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണ്? NDPS ആക്ട് ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1985 സെപ്റ്റംബർ 16. 1985 സെപ്റ്റംബർ 16 NDPS ആക്ട് ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത്. NDPS ആക്ട് നിലവിൽ വന്നത് എന്നാണ്? NDPS ആക്ട് നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1985 നവംബർ 14. 1985 നവംബർ 14 NDPS ആക്ട് നിലവിൽ വന്നത്.